പാലക്കാട് എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം ആലോചിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. മറ്റൊരു വകുപ്പുമായും ആലോചിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കവേ കഴിഞ്ഞ വർഷം നവംബർ 8-നാണ് 32/G3 2024 എന്ന ഫയലിന് മന്ത്രിസഭായോഗത്തിൽ അവതരിപ്പിക്കാനുള്ള അനുമതി മുഖ്യമന്ത്രി നൽകുന്നത്. എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് അംഗീകരിച്ച ഫയൽ മറ്റു വകുപ്പുകളൊന്നും കണ്ടിരുന്നില്ല. മറ്റേതെങ്കിലും വകുപ്പുമായി ആലോചിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് ക്യാബിനറ്റ് നോട്ടിൽ മന്ത്രി വ്യക്തമാക്കുന്നത്. നേരത്തെ പുറത്തുവന്ന ഉത്തരവിലേതുപോലെ മന്ത്രിസഭാ യോഗക്കുറിപ്പിലും കമ്പനിയെ പ്രശംസിക്കുന്നുണ്ട്. മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുമെന്ന മദ്യനയത്തിലെ പരാമർശത്തെ കൂട്ടുപിടിച്ചാണ് എഥനോൾ പ്ലാന്റ് മുതൽ ബ്രൂവറി വരെയുള്ള പദ്ധതിക്ക് സർക്കാർ തത്വത്തിൽ അനുമതി നൽകിയത്. അസംസ്കൃത വസ്തുവായി അരി ഉപയോഗിക്കുമ്പോൾ ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഭേദഗതി മാത്രമാണ് കുറിപ്പിൽ മന്ത്രിസഭ വരുത്തിയത്. വകുപ്പുകളിലും മുന്നണിയിലും ആലോചിക്കാതെയാണ് അംഗീകാരം നൽകിയതെന്ന വിമർശനം ശരിയാണെന്ന് തെളിഞ്ഞെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. 24 തിരുവനന്തപുരം.